ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കില്ല. അദ്ദേഹം പങ്കെടുക്കാതെ അദ്ദേഹം ആ പരിപാടിയിലേക്ക് പോകുന്നില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന് അർഹമായ ഒരു പരിഗണന ഈ ഉദ്ഘാടന ചടങ്ങിൽ ലഭിച്ചില്ല എന്ന ഒരു പരാതിയുണ്ട് സംസ്ഥാനത്തിന്. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ അടക്കം ക്ഷണിച്ചില്ല. കേരളത്തിലെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്തിയത് സംസ്ഥാന സർക്കാരാണ്. ഭൂമി ഏറ്റെടുക്കുന്ന അടക്കമുള്ള നടപടികൾക്ക് 5000-ൽ പരം കോടി രൂപ ചെലവഴിച്ചു. ഇത്രയൊക്കെ ഇടപെടൽ നടത്തിയിട്ടും സംസ്ഥാന സർക്കാരിന് അർഹമായ ഒരു പരിഗണന ഈ ഉദ്ഘാടന ചടങ്ങിൽ ലഭിച്ചില്ല എന്നതാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിട്ടുനിൽക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകി. എന്തായാലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പേര് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒഴിവാക്കിയതിന്റെ വെളിച്ചത്തിൽ മുഖ്യമന്ത്രി കൂടി കൊച്ചിയിൽ നടക്കുന്ന ദേശീയപാത നിർമ്മാണത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ള വിവരമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ദീപക് തരവണ നമുക്കൊപ്പം ചേരുകയാണ്. ഈ പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെ വിട്ടുനിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? SKN ഇതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിവാദമായി മാറുന്നു എന്നുള്ളതാണ്. ഈ വാർത്ത പുറത്തുവിടുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസുമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് അല്പം കഴിഞ്ഞ് ഇതേക്കുറിച്ച് ഔദ്യോഗികമായി തന്നെ പ്രതികരിക്കാമെന്നുള്ളതാണ്. അദ്ദേഹം വിട്ടുനിൽക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ്. അദ്ദേഹത്തെ ഒഴിവാക്കിയതാണ് എന്നുള്ള സൂചനകൾ അദ്ദേഹം കൃത്യമായി നൽകുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട സമയത്തും ഇത് വളരെ ഗൗരവത്തിൽ കേരള സർക്കാർ എടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കാരണം ഒരു തിരഞ്ഞെടുപ്പ് വേളയിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ ഒരു വികസനം, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN ദേശീയപാത വികസനം കേരളത്തിൽ പ്രതിസന്ധിയിലായിരുന്നു. ആ പ്രതിസന്ധിയിലായ ദേശീയപാത വികസനം വീണ്ടും യാഥാർത്ഥ്യമാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും നിതിൻ ഗഡ്കരി, അതായത് സർഫസ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ്. അങ്ങനെയാണ് ഭൂമി ഏറ്റെടുക്കൽ നേരത്തെ NHA അടച്ചുപൂട്ടിപ്പോയ ഓഫീസ് വീണ്ടും പുനഃപ്രവൃത്തി ആരംഭിച്ചുകൊണ്ട് കേരളത്തിലെ ദേശീയപാതയിലേക്ക് കടന്നത്. ആ ദേശീയപാത നിർമ്മാണം സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ നടക്കുകയും ചെയ്തിരുന്നു. അതിൽ രണ്ടാമത്തെ പിണറായി സർക്കാരിൽ വന്ന മന്ത്രി മുഹമ്മദ് റിയാസ് നിർണായകമായ ഇടപെടൽ നടത്തിയിരുന്നു എന്നുള്ളത് കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരി വരെ അതിനെ വലിയ രീതിയിൽ പ്രകീർത്തിച്ചതാണ്. പക്ഷേ എന്നാൽ തെരഞ്ഞെടുപ്പോടടുക്കുമ്പോൾ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള NDA റാലിയിൽ പങ്കെടുക്കുന്ന ദിവസമുള്ള ഈ ഉദ്ഘാടന പരിപാടിയിൽ മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കുന്നു. അതിൽ പ്രതിഷേധിച്ചെന്നോണം കേരള സർക്കാർ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ മാനമുണ്ട്. ഒരുപക്ഷെ നേരത്തെ GST കുടിശ്ശികയും കേന്ദ്ര ധനവിഹിതവും എല്ലാം വെച്ചുകൊണ്ടുള്ള കേന്ദ്ര സംസ്ഥാന പോര് അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്